ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. സ്പേഴ്സിനെ പഞ്ഞിക്കിട്ട് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജൈത്രയാത്ര തുടരുകയാണ്. 4 കളികൾ 4 വിജയം. മൈക്കിൾ കാരിക് ആർ യു ഫെർഗി ഇൻ ഡിസ്ഗൈസ്. അധികമൊന്നും ഹൈപ്പ് ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് കിട്ടുന്ന ഒരു വിജയത്തിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ, ഒരു ആവേശം ഉണ്ടല്ലോ. നെക്സ്റ്റ് കളി എന്നാടാ മോനെ, ഞങ്ങളുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കാണണം, ഇനി ഞങ്ങൾക്ക് കാണണം കളികളൊക്കെ പറഞ്ഞിട്ടൊരു ഫീൽ ഉണ്ടല്ലോ. അതൊക്കെ ഇപ്പോൾ കുറച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മളെല്ലാ കളികളും മാഞ്ചസ്റ്ററിൻ്റെ കണ്ടിട്ടുണ്ട്, നമ്മൾ തോൽക്കുന്ന സമയത്താണെങ്കിലും സമനിലയാവുന്ന സമയത്താണെങ്കിലും. പക്ഷേ ഇപ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് എത്രത്തോളം നിലനിൽക്കുന്ന എനിക്കറിയില്ല. പക്ഷെ കിട്ടുന്ന സമയം നമ്മൾ ആഘോഷിക്കണം, നമ്മൾ ആഘോഷിച്ച് തീർക്കണം. അത് ഞാൻ എടുത്തു പറയും, കാരണം നമ്മൾ ഡിസേർവ് ചെയ്യുന്ന മൊമെൻറ്റ്സ് ആണ് ഇതൊക്കെ. ഇനി മാച്ചിലോട്ട് വരാം. കുട്ടി റൊമേറോ ഈസ് എ റെഡ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഞാൻ എൻ്റെ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ ശരിക്കും കളിച്ചു കഴിഞ്ഞാൽ, നമ്മളിതേ മണ്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി റൊമേറോയ്ക്ക് ഒരു ചോപ്പേട് മേടിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളത്. സോ താങ്ക് യു കുട്ടി റൊമേറോ. നിങ്ങളില്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങളൊരു സമനിലേക്ക് പോയേനെ ഈ കളി. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ കളി ജയിക്കുമായിരുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ചില മൊമെൻറ്റ്സിൽ എനിക്ക് തോന്നി, ദൈവമേ ഇത് 11 vs 11 ആണെങ്കിൽ സീൻ ആവുമോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. എന്തായാലും കുട്ടി റൊമേറിൻ്റെ തനി സ്വഭാവം കാണിച്ചു. അത് കസമീറോൻ്റെ കാലിൽ വെച്ച് ശരിക്കും റെഡ് തന്നെയാണ്. പിന്നെ ചില ആൾക്കാർ ഈ കുട്ടി റൊമേറിനെ റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. കാരണം പ്ലെയറൊക്കെ നല്ല പ്ലെയർ ആയിരിക്കും, പക്ഷെ മെൻറ്റാലിറ്റി നല്ലതല്ലെങ്കിൽ എന്താ പറയുക, സ്വഭാവം നല്ലതല്ലെങ്കിൽ ഈ ഒരു ടീമിലും കളിക്കാൻ അർഹനല്ലാത്തൊരു പ്ലെയറാണ് കുട്ടി റൊമേറോ, സ്വഭാവത്തിന് മുകളിൽ. കാരണം ഇയാളൊരു ക്യാപ്റ്റനാണ്. ഇതിൽ ടോട്ടനം ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം കേൾക്കുക, നിങ്ങളുടെ ക്യാപ്റ്റനാണ് ഈ ജാതി വിഡ്ഢിത്തം ചെയ്തത്. അത് ഒരു പ്രാവശ്യം മാത്രമല്ല, എത്രയോ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണിത്. സോ എനിക്കൊന്നും പറയാനില്ല. കുട്ടി റൊമേറോ ഈസ് റെഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹീസ് റെഡ് ഡെവിൾ, ഇൻസൈഡ് ഹീസ് റെഡ് ഡെവിൾ. അതായത് നമ്മളെ ജയിപ്പിക്കാനായിട്ട് കളിച്ചപ്പോൾ എനിക്ക് തോന്നി. പക്ഷെ എന്നിരുന്നാലും തോമസ് ഫ്രാങ്ക്, യുവർ എൻജിൻ ഈസ് ഔട്ട് കംപ്ലീറ്റ്ലി മോനെ. കാരണം നിങ്ങൾക്ക് ഇനി അവിടെ നിന്ന് തേങ്ങ ചെയ്യണം എനിക്ക് അറിഞ്ഞൂടെ. ചില ആൾക്കാർ നമ്മുടെ യുണൈറ്റഡിലോട്ട് തോമസ് ഫ്രാങ്കിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് അവരോടൊക്കെ ഒന്നും പറയാനില്ല. കാരണം ഇതൊക്കെ കണ്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു ചെങ്ങാനെ പിടിച്ച് നമ്മുടെ മാനേജറാക്കാനായിട്ട്. സോ ഫോർഗെറ്റ് ദാറ്റ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാജിക്കാണ്. അതായത് വേൾഡിലെ ദ ബെസ്റ്റ് നമ്പർ 10 അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു മാജിക്കാണ് നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും കാണും. ബ്രൂണോ ഫെർണാണ്ടസ്, നിങ്ങളൊരു മജീഷ്യനാണ്. വാട്ട് വി ആർ വിറ്റ്നസിങ് ഈസ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി. എങ്ങനെയാണ് ചെങ്ങായി നിങ്ങൾക്ക് ഇത്രയും ദിവസം ഫിറ്റ് ആയിരിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ചെങ്ങായി നിങ്ങൾക്ക് 200% ഇത്രയും കെയോട്ടിക് ആയിട്ടുള്ള യുണൈറ്റഡ് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത്? ഓണേഴ്സ് തീരെ വക വയ്ക്കാത്ത, RCB വാങ്ങാൻ പോയിട്ടോ, അത് നിങ്ങൾ കേട്ടോ പറഞ്ഞൂടാ, RCB വാങ്ങാൻ പോയിട്ടുണ്ട്. ഓണേഴ്സ് തീരെ വക വയ്ക്കാത്ത ഒരു ക്ലബിനെ, ഒരു ടീമിനെ നിങ്ങളുടെ ചുമലിലേറ്റ് നടക്കുകയാണ്. ഐ റിയലി റെസ്പെക്ട് ബ്രൂണോ ഫെർണാണ്ടസ് മാൻ. ഹീ ഈസ് എ വേൾഡ് ക്ലാസ് പ്ലെയർ. ഞാൻ എൻ്റെ സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഫ് എനിബഡി ഹൂ സേസ് ബ്രൂണോ ഫെർണാണ്ടസ് ഇസ് നോട്ട് വേൾഡ് ക്ലാസ്, ബാൻ ദം, ബ്ലോക്ക് ദം ആൻഡ് നെവർ ടോക്ക് ഫുട്ബോൾ ടു ദം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. കസമീറോ, ചങ്ങായി ഈ പോക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഒരു ഇയറും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വ്യഗ്രത ഞങ്ങൾക്ക് ഫാൻസിന് കൊടുക്കുമല്ലോ. അടിപൊളി, ഒരു രക്ഷയില്ല കസമിറോ. അതിന് പ്ലേയിങ് സ്റ്റൈൽ സൂട്ട് ആവുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും കസമിറോൻ്റെ പ്രൊഫഷണലിസം, ഒരു എന്താ പറയുക, ഒരു കച്ചറി ഉണ്ടാക്കാത്ത മൂപ്പര് പ്രൊഫഷണലായിട്ട് ടീമിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് പ്രൊഫഷണലിസം. അതേ പറയാനുള്ളൂ. കോബി മെയ്നു ഡിസേർവ്സ് എ ഹ്യൂജ് പ്രൈസ്. ഇത്രയും കാലങ്ങളായിട്ട് നമ്മൾ ഏത് മാനേജർ അണ്ടറിലും, ഞാനിപ്പോൾ അമോറിൻ്റെ അണ്ടറിൽ ഞാൻ പറഞ്ഞ സംഭവമാണ്, മെയ്നു ഹാസ് ടു പ്ലേ. പക്ഷേ മേ ബി ആ സിസ്റ്റം മെയ്നുവിന് സൂട്ടായിരിക്കില്ല. പക്ഷേ ഈ സിസ്റ്റം സൂട്ടാവുന്ന കളികളുണ്ടല്ലോ, അതിൽ മെയ്നുവിൻ്റെ പെർഫോമൻസ് കാണാൻ പറ്റും. അത് ഇന്നും കണ്ടു. ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എംബൂമോൻ, ഞാൻ എൻ്റെ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നു, എംബൂമോ ഓർ കുനിയ, അല്ലെങ്കിൽ എംബൂമോ ആൻഡ് കുനിയ ഗോൾ അടിച്ചിരിക്കും ഈ കളിയിൽ എന്നുള്ളത്. കാരണം ദേ ആർ ബിഗ് ഗെയിം പ്ലെയേഴ്സ്. നമുക്കിപ്പോൾ കുറേ ബിഗ് ഗെയിം പ്ലെയേഴ്സ് ഉണ്ട്, അതാണ് നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കുനിയുടെ ഒരു ഷോട്ടിന് ഒരു കേളർ, അതെങ്ങാനും കയറിയിരുന്ന മക്കളെ ഓൾഡ് ട്രാഫോർഡ് നിന്നത് കത്തിയനെ. അമ്മാരി സാധനമാണ് ചങ്ങായി അടിച്ചത്. ജസ്റ്റ് മിസ്സ്. പിന്നെ ഞാൻ ഇതിവിടെ പറയാൻ പാടുന്നു എനിക്കറിയണം, ഡിയാഗോ ഡാലോ. എന്താണ് നമ്മൾ കണ്ടത്? ഡിയാഗോ ഡാലോ ആണോ ആ കളിച്ചത്, അതോ അയാളുടെ മേത്ത് വല്ല പ്രേതം കയറിയതാണോ? വാട്ട് എ പെർഫോമൻസ് മാൻ, ഡിയാഗോ ഡാലോ. അത് എഗെയിൻ സിസ്റ്റം ഇഷ്യൂ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, പക്ഷേ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്, മണ്ടത്തരങ്ങൾ കാണിക്കാറുണ്ട്, അത് വരും. പക്ഷേ പെർഫോം ചെയ്ത് ഞാൻ എടുത്ത് പറയണം. വാട്ട് എ പെർഫോമൻസ് ഫ്രം ഡിയാഗോ ഡാലോ. ഡിഫെൻസീവ്ലി, ഒഫെൻസീവ്ലി ആണെങ്കിലും ഡിഫെൻസീവ്ലി ആണെങ്കിലും ഒരു രക്ഷയില്ല. ടെക്നിക്കാലിറ്റി ഓൺ ദ ബോൾ, ആ പാസ്, ആ ക്രോസ് അടിപൊളിയായിരുന്നു. ഇനി നമ്മുടെ കളിയുടെ ഉള്ളോട്ട് ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ സ്പേഴ്സ് ഹാഡ് ചാൻസസ്. ലാമൻസ് നമ്മൾ 1-2 പ്രാവശ്യം സേവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കളെ, ഒരു ഗോൾ കീപ്പർ നമ്മളെ സേവ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു സുഖം. എത്ര കാലമായി നമ്മളങ്ങനെ പറഞ്ഞിട്ട്.
അതിനുശേഷം നമ്മൾ കളിക്ക് തിരിച്ചു വന്നു. പിന്നെയാണ് റെഡ് കാർഡ് വരുന്നത്. റെഡ് കാർഡ് കിട്ടുന്നതിനെക്കാട്ടും മുമ്പ് ഇറ്റ് വാസ് എൻ ഈക്വൽ ഗെയിം. 4 ഷോട്ട്സ് രണ്ട് സൈഡിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ റെഡ് കാർഡ് വന്നതിന് ശേഷം ഇറ്റ് വാസ് വെരി എവിഡൻറ്റ് ഹൂ ഈസ് ഗോയിങ് ടു വിൻ ദിസ് മാച്ച്. ഇറ്റ് വാസ് നൺ അതർ ദാൻ ദ റെഡ് ഡെവിൾസ്. ഓൾഡ് ട്രാഫോർഡ് കോട്ടയിൽ ആ ഒരു മൊമെൻറ്റിൽ സ്പേഴ്സേ നിങ്ങളുടെ കോഴിയായിട്ടുള്ള ഐക്കൺ ചിക്കൻ ഗ്രില്ലാക്കി കളയും. അമ്മാരി ഓൾഡ് ട്രാഫോർഡ് വൈബാണ് അവിടെ കണ്ടത് നമ്മൾ. ആ വൈബിൽ തന്നെയാണ് നമ്മൾ കളി ജയിക്കുന്നതും. സോ ഓൾഡ് ട്രാഫോർഡ് വൈബ് ഈസ് ബാക്ക് ആൻഡ് വൈബ് ജസ്റ്റ് ഈസ് ബാക്ക്. മറ്റേ എംബൂമോൻ്റെ ഡാൻസ്, മറ്റേ സാധനം, അതേപോലെ തന്നെ കുനിയുടെ ഡാൻസ് എല്ലാം നമ്മൾ തിരിച്ചു കാണുകയാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ആർ ആഘോഷിക്കലിങ് ദിസ്. വി ഹാവ് ടു ആഘോഷിക്കൽ ദിസ്. കാരണം നമ്മൾ ഡിസർവ് ചെയ്യുന്നുണ്ടോ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് നമ്മൾ ഡിസർവ് ചെയ്യുന്നുണ്ടത്. എത്ര കാലമായി നമ്മൾ കളിയാക്കലുകളോടുകൂടി മോക്കിങ്ങും ട്രോളുകളും മീംസും തിരിച്ചു കൊടുക്കേണ്ട സമയമായി. അപ്പോൾ നമ്മൾ ആഘോഷിക്കണം. നമ്മൾ ആഘോഷിച്ചേ പറ്റൂ. ഒരു ഫാൻ പോലും ആഘോഷിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടാവും. ഈ മാനേജർ ശരിയല്ല, ആ മാനേജർ ശരിയല്ല, ഈ പ്ലെയർ കളിക്കേണ്ട, ആ പ്ലെയർ കളിക്കേണ്ട ഒക്കെ ഉണ്ടാവും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഈസ് അവർ ക്ലബ് ഹു ഈസ് വിന്നിങ് ആൻഡ് വി ആർ വിന്നിങ്. വി ആർ വിന്നിങ്. വി ആർ വിന്നിങ്. വി ആർ വിന്നിങ്. ഞാൻ 4 പ്രാവശ്യം പറഞ്ഞു. അതിന് കാരണം 4 പ്രാവശ്യം നമ്മൾ അടുപ്പിച്ച് ജയിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് വെസ്റ്റ് ഹാമാണ്. വെസ്റ്റ് ഹാമിനെതിരെയുള്ള മാച്ച് പ്രിവ്യൂ ഒക്കെ നമുക്ക് പിന്നെ ചെയ്യാം. പക്ഷേ ആദ്യം ഈ കളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നിർത്തുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഡോണ്ട് ഗിവ് മീ ഹോപ്പ് ഇഫ് യു കനോട്ട് സസ്റ്റെയിൻ ദിസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം നമുക്ക് ആസ് എ ഫുട്ബോൾ ഫാൻ എല്ലാ ഫുട്ബോൾ ഫാൻസിനും ഹോപ്പ് ഉണ്ട് അല്ലേ, പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യണം. അതാണ് നമ്മൾ നോക്കിക്കാണ്ടത്. ഞാനിപ്പോൾ മൈക്കിൾ കാരിക്കിൻ്റെ അണ്ടറിൽ ഞാൻ 4 കളികൾ നമ്മൾ വിറ്റ്നസ് ചെയ്തു. 4 കളികളും 4 ടൈപ്പ് ഓഫ് കളികളാണ്. അതൊക്കെ നമ്മൾ ജയിക്കുന്നുണ്ട്. ഐ തിങ്ക് വി ആർ ഗോയിങ് സംവെയർ. ഐ തിങ്ക് ഈ സീസണാണ് ഞാൻ പറഞ്ഞ, അടുത്ത 10 വർഷത്തേക്കല്ല, പക്ഷേ ഈ സീസൺ ഐ തിങ്ക് വി ആർ ഗോയിങ് സംവെയർ. ടോപ്പ് 6 നെയിൽ ഡൗൺ ആണ്, ഇഞ്ചുറീസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ. ഇനി അത് ഞാൻ പറയാം. എത്ര പേർക്ക് കസമീറോൻ്റെ കാലിൽ കുട്ടി റൊമേറോ ചവിട്ടി കസമീറോ താഴെ വീണപ്പോൾ എത്ര പേർക്ക് നെഞ്ചിടിച്ചു? കമൻറ്റ് ബിലോ. അതെങ്ങാനും ഇഞ്ചുറി ആയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു നമ്മുടെ ഈ സീസണിലെ അവസ്ഥ? അതൊരു വാർണിംഗ് ആണ് നമുക്ക്. ഞാൻ എൻ്റെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ചാറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, അതൊരു വാർണിംഗ് ആണ്. കാരണം കസമീറോ ഓർ കോബി മേനു ഓർ ബ്രൂണോ ഫെർണാണ്ടസ് മിഡ്ഫീൽഡിൽ ഇഞ്ചുർഡ് ആയി കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ബാക്ക് ടു ഉഗാർത്തെ ബോൾ. അതെന്നും ഒരു ഡേഞ്ചറാണ് നമുക്ക്. ആകെ ഒരു ഹോപ്പ് എന്താണെന്നറിയോ, ഇനി അധികം കളികളില്ല എന്നുള്ളതാണ്. ഇതൊരു 20-25 മാച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ബി റിയലി വറീഡ്. കസമീറോയ്ക്ക് ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ. ശരിയാണ്, നമ്മൾ 1 ഗെയിം പെർ വീക്കൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ അമാദ് താഴെ വീണപ്പോഴും എൻ്റെ നെഞ്ചിന് ഇടിക്കുകയാണ്, ദൈവമേ ഇഞ്ചോർഡ് ആവില്ലേ പ്ലീസ് എന്നുള്ളത്. കാരണം ഞാനിത് എടുത്ത് പറയും ഇവിടെ. കാരണം എന്താ അറിയോ, നമ്മൾ എന്നൊക്കെ ഇങ്ങനെ നന്നായി പെർഫോം ചെയ്ത് വന്നിട്ടുണ്ടോ അന്നൊക്കെ നമ്മളെ നമ്മുടെ ഓണേഴ്സ് ചതിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഹോപ്പ് അതുണ്ടാവില്ല എന്നുള്ളത്. ഇനി ആ മാച്ചിൻ്റെ സ്റ്റാറ്റ്സിലോട്ട് വരാം. 2-0 മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കമൻറ്റ് ബിലോ നിങ്ങളുടെ മാൻ ഓഫ് ദ മാച്ച് ആരാണെന്നുള്ളത്, അത് മറക്കരുത്. നിങ്ങളുടെ മാൻ ഓഫ് ദ മാച്ച് ആരാണ് ഈ മാച്ചിൽ എന്നുള്ളത് കമൻറ്റ് ബിലോ. അത് ആരും ആവാം, സ്റ്റാർട്ടിങ് ഫ്രം ലാമൻസ് ടു സെസ്കോ. പിന്നെ സെസ്കോൻ്റെ മിസ്സിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. ബ്രോ ഇറ്റ്സ് ഓക്കെ, ഹീസ് എ യങ് പ്ലെയർ. നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് സപ്പോർട്ടാണ്. നിങ്ങൾ ഒരു പ്ലെയർ ഒരു സിറ്റർ മിസ്സാക്കി വെച്ചിട്ട് ഒന്നും ചെയ്യരുത്. ഒന്നും പറയാൻ നിൽക്കണ്ട. ഇറ്റ്സ് ഓക്കെ, അതൊക്കെ നടക്കും. ബ്രൂണോക്ക് അസിസ്റ്റ് കിട്ടിയില്ലൊക്കെ ശരിയാണ്, എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഹീസ് എ യങ് സ്ട്രൈക്കർ. വി ഹാവ് ടു ഡെവലപ്പ് ഹിം. അതൊന്നും കുഴപ്പമില്ല, ലെറ്റ് ഹിം ഡെവലപ്പ്. സെസ്കോ ഇനിയും ഗോൾ അടിക്കും, ബാങ്ങേഴ്സ് അടിക്കും സെസ്കോ. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്. ഇനി നമ്മുടെ മാച്ചിൻ്റെ സ്റ്റാറ്റ്സ്: 23 ഷോട്ട്, നമ്മൾ 5 ടാർഗറ്റിൽ, 64% പൊസിഷൻ, 561 പാസ്, 90% പാസ് ആക്യുറസി, 7 കോർണർ. ടോട്ടനം 5 ഷോട്ട്, 1 ടാർഗറ്റിൽ, പൊസിഷൻ 36%, പാസ് 333, പാസ് ആക്യുറസി 84, ഫൗൾസ് 11, യെല്ലോ കാർഡ് 2, റെഡ് കാർഡ് 1, ഓഫ് സൈഡ് 1, കോർണേഴ്സ് ഇല്ല. ഇതൊന്നും എനിക്ക് മനസ്സിലായ സംഭവം എന്താ അറിയോ, ദിസ് വാസ് ആൻ ഓൾഡ് ട്രാഫോർഡ് ഹ്യൂമിലിയേഷൻ ഫോർ ടോട്ടനം. ഇത് എടുത്ത് തന്നെ പറയും. കാരണം എനിക്ക് ഇവരെ കണ്ടു കഴിഞ്ഞ കലിപ്പാണ്. ഇതൊരു സൽസ ശാപം പോലെയായിരുന്നു നമുക്ക് ഈ സ്പേഴ്സ് ശാപം. അതാണ് തീർന്നു കിട്ടിയില്ല. എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം കുറേ കാലമായി ഞാൻ വെയിറ്റ് ചെയ്യുന്ന സ്പേഴ്സിനെ പൊട്ടിക്കാനായിട്ട്. അത് ഇങ്ങനത്തെ ഒരു പൊട്ടലാകുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഒന്നും വിചാരിക്കുന്നത് സ്പേഴ്സ് ഫാൻസ് കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ള സംഭവമായിരുന്നു. ആൻഡ് കുട്ടി റൊമേറോ, നിങ്ങളുടെ ക്യാപ്റ്റൻ തന്നെ അതിന് വഴിയൊരുക്കി വെച്ചാൽ വളരെ താങ്ക് യു. ഇനി ആ റെഡ് കാർഡ് വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഈ കളി ജയിക്കും. കാരണം വി ആർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നമ്മൾ കളിക്കണം എന്ന് വിചാരിച്ച് കളിച്ചാണ്ടല്ലോ, നമ്മൾ ഏത് കളിയും ജയിക്കും. സെക്കൻഡ് ഹാഫിലോട്ട് വരാം. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ എനിക്ക് കുറച്ച് പതർച്ച തോന്നി. കാരണം നമ്മൾ സ്ലോ ആയി. ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ സംഭവമായിരുന്നു, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള. ഞാൻ കളി കാണുമ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ കുറേ സ്ലോ ആവുന്നുണ്ട്, നമ്മൾ ടെമ്പോ ഇല്ല,
നമ്മൾ കുറേ ടച്ച് എടുക്കുന്നു. ഇപ്പോൾ മാർട്ടിനസിൻ്റെ അടുത്തോ ഡാലോൻ്റെ അടുത്തോ മൈനുവിൻ്റെ അടുത്തോ കസ്മറിൻ്റെ അടുത്തോ ബ്രൂണോൻ്റെ അടുത്തൊക്കെ പന്ത് കിട്ടുമ്പോൾ 4-5 ടച്ചാണ് എടുക്കുന്നത്. ഐ ഡോണ്ട് നോ എന്താണ് നമുക്ക് പ്രശ്നം എന്നുള്ളത്. മേ ബി നമ്മൾ ഗെയിം കൺട്രോൾ ചെയ്യായിരിക്കാം. പക്ഷെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ദൈവമേ സ്പേഴ്സ് എങ്ങാനും കയറിപ്പോൾ ഒരു ഗോൾ അടിച്ച് ഇതൊക്കെ കല്ലത്താവും. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു ഒരു 70-75 മിനിറ്റ് വരെ. ആ ബ്രൂണോ ഫെർണാണ്ടസിന് ഗോൾ വരുന്നവരെ മക്കളുള്ള കാര്യം ഞാൻ പറയും, എൻ്റെ ബോഡിയിൽ 1 കിലോയും കുറഞ്ഞിട്ടുണ്ടാവും. അത്രയ്ക്ക് ടെൻഷനായിരുന്നു എനിക്ക്. സംഭവം നമ്മൾ കൺട്രോളിങ് ആണൊക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ ക്ലബ്ബ് നമ്മുടെ പ്ലെയേഴ്സ് കുറച്ച് കുക്കുവാണെന്ന് നമുക്കറിയാം. ചില സമയത്ത് മെൻറ്റാലിറ്റി കളിക്കില്ലെന്ന് അറിയാം. ആ ഒരു സമയത്ത് അങ്ങനെ സ്പേഴ്സ് ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തോ ആയിക്കോട്ടെ, കോർണറിനോ സെറ്റ് പീസ് എന്തോ ആയിക്കോട്ടെ, ഒരു ഗോൾ കയറിയിരുന്നെങ്കിൽ നമ്മൾ പെട്ടേനെ, നമ്മൾ ആ മൊമെൻറ്റിൽ പെട്ടേനെ. കാരണം നമുക്ക് അധികം ടൈമില്ല. പിന്നെ ആ 80 മിനിറ്റ് ആയപ്പോൾ എനിക്ക് ശരിക്കും ടെൻഷൻ കൂടിയിട്ടുണ്ടായിരുന്നു. ഒരു 70-75 മിനിറ്റ് വരെയൊക്കെ നമ്മൾ സ്പേഴ്സ് 1-1 നമ്മളെ കളി ജയിക്കും, അത് വേറെ വിഷയം. പക്ഷേ 80 മിനിറ്റിന് ശേഷം സ്പേഴ്സ് അങ്ങനെ അടിച്ചിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ പാട് പെട്ടേനെ. അതേ ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഐ ഡോണ്ട് കെയർ ഹൗ വി വിൻ, ജസ്റ്റ് വിൻ. എനിക്ക് അത്രേ വേണ്ടു. എനിക്ക് ആ മാച്ച്, ഏത് മാച്ചും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ച ഒരു മാച്ച് ജയിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. എനിക്ക് അത്രേ വേണ്ടു. ഓരോ ഫാൻസിനും അത്രേ വേണ്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, മാൻ, ഐ ഡോണ്ട് നോ വാട്ട് ടു ടെൽ യു. കാരണം നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താവുന്നാലും എനിക്കൊരു പിടുത്തമില്ല. ഇതിൽ കുറച്ച് പ്ലേയേഴ്സിനെ എടുത്ത് പറയാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ഓൾ പ്ലേഡ് വെൽ. പക്ഷേ അതിൽ എനിക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നുന്നത് ലൂക്ക് ഷോ ആണ്. ഐ ഡോണ്ട് നോ വാട്ട് ഹി വാസ് ഡൂയിങ്. ചില മൊമെൻറ്റ്സിലൊക്കെ വെറുതെ ബോൾ കളയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഐ തിങ്ക് മെഗ്വയർ വാസ് സ്ട്രഗ്ലിങ് എ ബിറ്റ് എന്ന് എനിക്ക് തോന്നി ചില സമയങ്ങളിൽ. പിന്നെ മെഗ്വയറിനെ ആക്ച്വലി വാൻഡവൻ ഫൗൾ ചെയ്തിട്ടുണ്ട് അവരുടെ ബോക്സിൽ. ദാറ്റ് വാസ് എ പെനാൽറ്റി. അത് നമ്മളാണെങ്കിൽ അത് പെനാൽറ്റി എന്തായാലും കൊടുത്തിരിക്കും റെഫറി, ഒരു സംശയമില്ല. പിന്നെ ആന്റണി ടൈലർ, നിങ്ങൾ മാക്സിമം ശ്രമിച്ചു നോക്കി കളി തോൽപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണി തരാണ്ട് നിങ്ങൾ ശ്രമിച്ചു നോക്കി. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പക്ഷേ വീട്ടിൽ പോയിരിക്കുക, എനിക്ക് അത്രേ പറയുള്ളൂ. ചില റെഫറിങ് ഡെസിഷൻസ് ഉണ്ടല്ലോ നമുക്കെതിരെ തരുന്നത്. ബ്രോ, എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നാറുണ്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. ഈ യുണൈറ്റഡിന് മാത്രമുള്ളൂ ഇങ്ങനത്തെ ചില ഡെസിഷൻസ് നമുക്ക് എഗെയിൻസ്റ്റ് വരുള്ളൂ. ആ മെഗ്വയർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും, മെഗ്വയറിനെ വാൻഡവൻ ഫൗൾ ചെയ്യുന്നുണ്ട്. അത് വേറെ ഏത് ടീമാണെങ്കിലും അത് ഫൗളാണ്, നമുക്ക് കിട്ടൂല. അത് അങ്ങനെയാണ്. ചില ഫ്രസ്ട്രേഷൻസ് ഉണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ വി വൺ ദിസ് മാച്ച്, വി ഹാവ് ടു വിൻ ദിസ് മാച്ച്, വി ഷുഡ് വിൻ ദിസ് മാച്ച്. അത് എൻ്റെ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വി ഷുഡ് വിൻ ദിസ് മാച്ച് ആൻഡ് വി ഹാവ് വൺ. നമ്മുടെ പിള്ളേർ 3 പോയിൻറ്റ്സ് ആയിട്ട് ഓൾഡ് ട്രാഫോർഡിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ സുഖമായിട്ട് ഫാൻസ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. യു നോ വാട്ട് ദാറ്റ് മീൻസ്? 1, 2, 3 പോക്കറ്റിൽ ആൻഡ് വി ആർ ഇൻ ദ ടോപ്പ് 4. നൗ ക്യാൻ വി പുഷ് ഫോർവേഡ്? നമുക്ക് ടോപ്പ് 4 അല്ലാതെ അതിൻ്റെ മുകളിലോട്ട് വല്ലതും സ്വപ്നം കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കി കാണുന്നത്. ഞാൻ ഹൈപ്പ് ചെയ്യുന്നില്ല, ഓവർ എക്സൈറ്റ്മെൻ്റ് ഇല്ല. ഐ ഫീൽ ദിസ് ടീം ഹാസ് സംതിങ് ഇൻ ദം. എന്തോ ഒരു മാജിക് ചെയ്യാനുള്ള എന്തോ ഒന്ന് അവരുടെ കയ്യിലുണ്ട്. പിന്നെ ഈ വിജയം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഐ എം ഡെഡിക്കേറ്റിംഗ് ടു ബസ്ബി ബേബ്സ്. ദേ ആർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അവർ കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയത്. നമ്മൾ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സ്നേഹിക്കുന്നത്. സോ ദിസ് വിൻ ഫോർ മീ പേഴ്സണലി ഐ എം റിയലി ഹാപ്പി ബിക്കോസ് ദിസ് വിൻ ഈസ് ഫോർ ദ ബസ്ബി ബേബ്സ്. ദേ ഡിസേർവ് ദിസ്. അവർ കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. ഫുട്ബോൾ അങ്ങനെയാണ്, ഒരു ഇമോഷനാണ്. ഫുട്ബോൾ വെറും സ്റ്റാറ്റിസ്റ്റിക്സോ റോബോട്ടിക്സോ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് മാത്രമല്ല, ഇറ്റ്സ് എൻ ഇമോഷൻ. എൻജോയ് ഇറ്റ്. വി ആർ വിന്നിങ്. വി ആർ fucking Manchester United. See you soon.